ശമൂവേൽ 2 പുസ്തകം അധ്യായം 8. അനന്തരം ദാവീദ് ഫെലിസ്ത്യരെ ജയിച്ച് അവരെ തകർത്ത് അമ്മ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് കരസ്ഥമാക്കി. അവൻ മോവാബ്യരെയും തോൽപ്പിച്ച് അവരെ നിലത്ത് കിടത്തി ചരട് കൊണ്ടളന്നു. കൊല്ലുവാൻ 2 ചരടും ജീവനോടെ രക്ഷിപ്പാൻ 1 ചരടുമായി അവൻ അളന്നു. അങ്ങനെ മോവാബ്യർ ദാവീദിന് ദാസന്മാരായി കപ്പം കൊടുത്തു വന്നു. രഹോബിന്റെ മകനായി സോബ രാജാവായ ഹദദസർ യൂഫ്രട്ടീസ് നദീതീരത്തുള്ള തന്റെ ആധിപത്യം ഉറപ്പിക്കുവാൻ പോയപ്പോൾ ദാവീദ് അവനെ തോൽപ്പിച്ചു. അവന്റെ 1000 രഥങ്ങളും 700 കുതിരപ്പടയെയും 20,000 കാലാളുകളെയും ദാവീദ് പിടിച്ചു. രഥങ്ങളിൽ 100 മാത്രം നീക്കിവെച്ച് ശേഷമെല്ലാം നശിപ്പിച്ചു. സോബ രാജാവായ ഹദദേസരിനെ സഹായിപ്പാൻ ദമസ്കോസിനോട് ചേർന്ന് അരാമ്യർ വന്നപ്പോൾ ദാവീദ് അരാമ്യരിൽ 20,000 പേരെ സംഹരിച്ചു. പിന്നെ ദാവീദ് ദമസ്കോസിനോട് ചേർന്ന അരാമിൽ കാവൽ പട്ടാളത്തെ പാർപ്പിച്ചു. അരാമ്യരും ദാവീദിന് ദാസന്മാരായി തീർന്നു കപ്പം കൊടുത്തു വന്നു. ഇങ്ങനെ ദാവീദ് ചെന്നിടത്തോളം കർത്താവ് അവന് വിജയം നൽകി. ഹദദേസരിന്റെ ഭൃത്യന്മാർക്കുണ്ടായിരുന്ന പൊൻപരിചകളെ ദാവീദ് എടുത്ത് യെരൂശലേമിലേക്ക് കൊണ്ടുവന്നു. ഹദദേസരിന്റെ പട്ടണങ്ങളായ ബേത്ലേഹേമിൽ നിന്ന് ബെരോദായിൽ നിന്നും ദാവീദ് രാജാവ് വളരെ താമ്രവും കൊണ്ടുവന്നു. ദാവീദ് ഹദദേസരിന്റെ സർവ്വ സൈന്യത്തെയും തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് രാജാവായ തോയി കേട്ടപ്പോൾ ദാവീദ് രാജാവിനോട് കുശലം ചോദിപ്പാനും അവൻ ഹദദേസരിനോട് യുദ്ധം ചെയ്തു അവനെ തോൽപ്പിച്ചതുകൊണ്ട് അവനെ അഭിനന്ദിപ്പാനും തോയി തൻ്റെ മകൻ യോരാമിനെ രാജാവിൻ്റെ അടുക്കൽ അയച്ചു. ഹദദേസരിന് തോയിയോട് പലപ്പോഴും യുദ്ധമുണ്ടായിരുന്നു. യോരാം വെള്ളി, പൊന്ന്, താമ്രം എന്നിവ കൊണ്ടുള്ള സാധനങ്ങൾ കൊണ്ട് വന്ന് ദാവീദ് രാജാവ് ഇവയെ ആരാമ്യർ, മോവാബ്യർ, അമ്മോന്യർ, ഫെലിസ്ത്യർ, അമാലേക്യർ എന്നിങ്ങനെ താൻ കീഴടക്കിയ സകല ജാതികളുടെയും പക്കൽ നിന്ന് രഹോബിന്റെ മകനായി സോബ രാജാവായ ഹദദേസരിന്റെയും കൊള്ളയിൽ നിന്നും എടുത്തു വിശുദ്ധീകരിച്ച വെള്ളിയോടും പൊന്നിനോടും കൂടെ കർത്താവിന് വിശുദ്ധീകരിച്ചു. പിന്നെ ദാവീദ് ഉപ്പുതാഴ്വരയിൽ വെച്ച് 18,000 അരാമ്യരെ സംഹരിച്ചു. അവൻ ഏദോമിൽ കാവൽ പട്ടാളത്തെ വിന്യസിച്ചു. ഏദോമിൽ എല്ലാ സ്ഥലത്തും അവൻ കാവൽ പട്ടാളത്തെ പാർപ്പിച്ചു. ഏദോമ്യരെല്ലാം ദാവീദിന് ദാസന്മാരായി തീർന്നു. ദാവീദ് ചെന്നിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി. ഇങ്ങനെ ദാവീദ് എല്ലാ ഇസ്രായേലിനെയും ഭരിച്ചു. ദാവീദ് തൻ്റെ സകല ജനത്തിനു നീതിയും ന്യായവും നടത്തി. സെരൂയയുടെ മകൻ യോവാബ് സേനാധിപതിയും അഹിലൂദിന്റെ മകൻ യഹോശാഫാത്ത് മന്ത്രിയുമായിരുന്നു. അഹീദൂബിന്റെ മകൻ സ്വാദോക്കും അബ്യാഥാരിന്റെ മകൻ അഹിമേലേക്കും പുരോഹിതന്മാരും സെരയ എഴുത്തുകാരനുമായിരുന്നു. യഹോയാദയുടെ മകൻ ബെനായ ക്രേത്യർക്കും പ്ലേത്യർക്കും അധിപതിയായിരുന്നു. ദാവീദിന്റെ പുത്രന്മാരോ പ്രധാനികളായി തീർന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.